ഓക്കെ, നമുക്ക് ഡി എം ഇയിൽ പഠിക്കാനുള്ള 4 മൊഡ്യൂളാണ്. അപ്പോൾ 4 മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളാണ് എടുക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഡിപ്ലോമ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, അത്രയൊന്നും ഡീപ്പായിട്ട് പോകണില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ഒരു എക്സാമിന്, ആ ഡി എം ഇ എക്സാം പോകുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോ മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിൽ ഏതൊക്കെ തിയറി ഉണ്ട്, ഏതൊക്കെ തിയറി പാർട്ട് ഏതൊക്കെ ഉണ്ട്, പ്രോബ്ലമാറ്റിക് പാർട്ട് ഏതൊക്കെ ഉണ്ട്, അത് നമ്മൾ നല്ല കൃത്യമായിട്ട് അറിയണം. എന്നാൽ അത് വെച്ചിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണേണ്ടത്. അങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വാരി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ മൊഡ്യൂളിൽ ഏതൊക്കെ തിയറി ഉണ്ട് അത് നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഡി എം ഇയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് 3 തിയറി സാധനങ്ങളെ നമ്മൾ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. അതിൽ ഫസ്റ്റ് 1 ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷനാണ് ഇത്. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിക്കുക. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ഡിസൈൻ സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് ഇൻറ്റു ഡിസൈൻ സ്ട്രെസ്സിൻ്റെ റേഷ്യോ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. FS = സിഗ്മ U / സിഗ്മ. അത്രയും പഠിക്കാനുള്ളൂ, 2 മാർക്കിനെ ചോദിക്കുള്ളൂ. ഇനി രണ്ടാമത്തത് ഡിസൈൻ പ്രൊസീജിയർ. ഇപ്പോൾ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ, നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്, അതാണ് ഡിസൈൻ പ്രൊസീജിയർ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, അതാണ് ഡിസൈൻ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതാണ് സംഭവം. ഓക്കെ, ഇപ്പോൾ റെക്കഗ്നീഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷൻ സ്റ്റേറ്റ് പ്രോബ്ലം. നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെലക്ട് മെക്കാനിസം. സെലക്ട് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യണം അതാണ്. അതായത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേണിലെ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ വേം ഗിയർ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യണോ, അതാണ് മെക്കാനിസം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത മെക്കാനിസം നമുക്ക് വേണ്ട ഈ പ്രോബ്ലം, റെക്കഗ്നീഷൻ പ്രോബ്ലത്തിൽ നമ്മൾക്ക് കറക്റ്റ് ആവുമോ ഇല്ലയോ, അതാണ് നമ്മൾ ഈ സെലക്ട് മെക്കാനിസം എന്ന് പറയുന്നത്. അതിനെ അനലൈസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആ മെക്കാനിസം അതിൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ സാധനം എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അതായത് അയൺ വെച്ച് ചെയ്യണോ, കോപ്പർ ചെയ്യണോ, അലൂമിനിയം, സ്റ്റീല്, വുഡ്, അതാണ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. അടുത്തത് കാൽക്കുലേറ്റ് സൈസ്. കാൽക്കുലേറ്റ് സൈസ് എന്ന് പറയുന്ന സംഗതിയാണ് നിങ്ങൾ ഡി എം ഇയിൽ നിങ്ങൾ മുഴുവനായിട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ടാവും, ഓരോ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കണം, ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീൻ കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യണം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിങ് ദി സൈസ്, ഇതാണ് കാൽക്കുലേറ്റ് സൈസ്. അപ്പോൾ അതാണ് ഈ ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് ഡീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മോഡിഫൈ ഡിസൈൻ, അത് കഴിഞ്ഞാൽ മേക്ക് ഫൈനൽ ഡ്രോയിങ്. ഇപ്പോൾ മോഡിഫൈ ഡിസൈൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പം അതവിടെ ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ സൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഷോപ്പ് ഫ്ലോറിലേക്ക് ഫൈനൽ ഡ്രോയിങ് വിടും. ആ ഷോപ്പ് ഫ്ലോറിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും. ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ മാർക്കറ്റാണ് ഇവിടെ കാണുന്നത്. ആ മാർക്കറ്റിൽ വരുന്ന എക്സ്പീരിയൻസ്, അവിടെ നിന്ന് കിട്ടുന്ന സ്റ്റാൻഡേർഡ്സ്, റിക്വയർമെൻറ്റ്സ്, കോസ്റ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടോ. ആ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്താക്കണം, ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് വീണ്ടും ആ ഒരു ഒബ്ജക്റ്റ് എടുക്കും. അപ്പോൾ അതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഡിസൈൻ മോഡിഫൈ ചെയ്യുക, വീണ്ടും അത് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് പ്രകാരം വീണ്ടും ഡിസൈൻ മോഡിഫൈ ചെയ്യുക, ആ ഒരു പ്രൊസീജിയർ. ഓക്കെ, അതാണ് ഡിസൈൻ പ്രൊസീജിയർ. ഇനി മൂന്നാമത്തെ സംഗതിയാണ് ഡിസൈൻ കൺസിഡറേഷൻ. ഒരു ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. അത് രണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. 7 മാർക്കിന്
രണ്ടും വെവ്വേറെ ക്വസ്റ്റ്യൻസ് തന്നെയായിട്ടാണ് ചോദിക്കുക. ഒന്ന് ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് പ്രകാരമുള്ള സാധനം. ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ്, അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് എത്ര, ഏത് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യണം, ഓക്കെ. അതുപോലെ മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ ഷേപ്പ്, സൈസ്, ക്വാണ്ടിറ്റി, എൻവയോൺമെൻറ്റിൻ്റെ എഫക്റ്റ്, തുരുമ്പ് വരുമോ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. ഡ്യൂറബിലിറ്റി, എത്ര കാലം നിൽക്കും, എത്ര വിശ്വസ്തയോടെ നിൽക്കും, അതാണ് ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി. കോസ്റ്റ്, എത്ര ചിലവുണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ. അതൊക്കെയാണ് ഈ ഡിസൈൻ കൺസിഡറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ 10 പോയിൻറ്റ് മാത്രം എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അത് വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വരുന്നത് സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത് നട്ട് ആൻഡ് ബോൾട്ട്. നട്ടിന് ബോൾട്ടിൻ്റെ ഡിസൈനാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ള സംഗതികളാണിത്. ഒന്നാമത്തത് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബോൾട്ടിൽ വരുന്ന കാര്യങ്ങളുണ്ട്, അതായത് നോമൻക്ലേച്ചർ. നിങ്ങൾ നോമൻക്ലേച്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ സംഗതി തന്നെയാണ് ഈ ഡെഫിനിഷൻസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ എന്തൊക്കെ ഉണ്ട്, നമ്മളൊരു ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ത്രെഡഡ് പാർട്ടുണ്ട്, ഹെക്സണൽ പാർട്ടുണ്ട്, ഹെക്സണൽ ഹെഡ് ഉണ്ട്, ഒരു ഷാങ്ക് ഉണ്ട്. ത്രെഡ് വരുന്ന പാർട്ടാണ് ത്രെഡഡ് പാർട്ട്, ത്രെഡ് വരാത്ത പാർട്ട് ഷാങ്ക്. ഓക്കെ, അത് അങ്ങനെ കാര്യം ചോദിക്കുകയല്ലേ, ഒരു ബോൾട്ടിൻ്റെ കാര്യമാണ് ചോദിക്കുക. ഇവിടെയാണ് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സംഗതികൾ എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരു ഷാങ്കും ത്രെഡഡ് പാർട്ടുമാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലെ പോയിൻ്റ്. ആ ഏറ്റവും മുകളിലെ പോയിൻ്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. റൂട്ട് എന്ന് വിളിക്കുന്നത് ഏറ്റവും ബോട്ടം പോർഷൻ. ഓക്കെ, അപ്പോൾ ക്രസ്റ്റ് മുതൽ താഴത്തെ ക്രസ്റ്റ് വരെയുള്ള ഈ ഒരു ദൂരം, ക്രസ്റ്റ് മുതൽ ക്രസ്റ്റ് വരെയുള്ള ആ ഒരു ഡയമീറ്റർ, ആ ഒരു വട്ടത്തിലുള്ള ആ ഒരു ഡയമീറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. മേജർ ഡയമീറ്റർ നമ്മൾ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ എന്നൊക്കെ നമ്മൾ വിളിക്കും. അങ്ങനെ 3 പേരിലാണ് വിളിക്കുക. ഇനി മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു റൂട്ട്, ഈ ഒരു ദൂരം, റൂട്ട് ടു റൂട്ടാണ് മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഈ റൂട്ടും ക്രസ്റ്റും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു സർഫസാണ് ഫ്ലാങ്ക്. പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമാജിനറി ഡയമീറ്റർ ആണ്, അതായത് ക്രസ്റ്റിൻ്റെ റൂട്ടിൻ്റെ ഇടയിലുള്ള ഒരു ഇമാജിനറി ഡയമീറ്ററാണ്. ആ പിച്ച് ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത്. ഡിപ്ലോമയിൽ എന്ന് പറഞ്ഞാൽ മൈനർ ഡയമീറ്ററും മേജർ ഡയമീറ്ററും മാത്രമേ ഉള്ളൂ. അത് ഹൈ ക്ലാസ്സസിലൊക്കെയാണ് ഈ പിച്ച് ഡയമീറ്റർ വെച്ചിട്ടുള്ള ഡിസൈൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ പിച്ച് ഡയമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ഡയമീറ്റർ ബിറ്റ്വീൻ ദി മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുവരെ തമ്മിലുള്ള റിലേഷനാണിത്. റൂട്ട് ഡയമീറ്റർ ഈക്വൽ ടു 0.84D. ഓക്കെ, പിന്നെ പിച്ചും ലീഡ് തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ 2 റൂട്ട് തമ്മിലുള്ള ദൂരം. ഇപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 പോയിൻ്റ് ഓഫ് എ സ്ക്രൂ ത്രെഡ് ടു ദി കറസ്പോണ്ടിങ് പോയിൻ്റ് ഓഫ് അഡ്ജസൻറ്റ് ത്രെഡ്. അതാണ് പിച്ച് എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോൾട്ടിൻ്റെ മുകളിലൊരു നട്ടിട്ട് തിരിച്ചാൽ ആ നട്ട് ഒരു അഡ്വാൻസ് ചെയ്യും അല്ലേ, ഒരു ദൂരം സഞ്ചരിക്കും. ആ ഒരു ദൂരത്തിനാണ് ലീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ആക്ച്വൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എ നട്ട് ഇൻ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച്, ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു 2 പിച്ച്, അങ്ങനെയാണെങ്കിൽ എൻ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എൻ പിച്ച്. അത്രയാണ് അതിൻ്റെ ഡെഫിനിഷൻസ് വരുന്നത്. ഇനി രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ ഡെസിഗ്നേഷൻ. ഒരു IS ത്രെഡിനെ നമ്മളെങ്ങനെ ഡെസിഗ്നേഷൻ ചെയ്യും. ഡെസിഗ്നേറ്റ് ചെയ്യുക എങ്ങനെയാണ്, മെട്രിക് സിമ്പിൾ എക്സ്റ്റേണൽ ഡയമീറ്റർ ഇൻറ്റു പിച്ച് M8 × 1.25. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും M24 M30 എന്നൊക്കെ. അതായത് പിച്ച് നമ്മൾ സാധാരണഗതിയിൽ പറയില്ല, മെട്രിക് സിമ്പിൾ വിത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ അങ്ങനെയാണ് പറയാം. പക്ഷേ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, M24 × 1.5. M24 എന്ന് പറഞ്ഞാൽ 24 ആണ് എക്സ്റ്റേണൽ ഡയമീറ്റർ, 1.5 എന്ന് പറയുന്നത് അതിൻ്റെ പിച്ച്. ഓക്കെ, അങ്ങനെയാണ് ഡെസിഗ്നേഷൻ ചെയ്യുക. ഇനി മൂന്നാമത്തത്
bolts of uniform strength. ബോൾട്ട്സ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ബോൾട്ട് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ത്രെഡഡ് ആയിട്ടുള്ളൊരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇതിന് ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രേക്കേജ് വരിക എവിടെയാണ്? ഈ റൂട്ട് പാർട്ടിലാണ് ബ്രേക്കേജ് വരിക. ഓക്കെ, അപ്പോൾ ഷാങ്കിൻ്റെ ഡയമീറ്റർ ഡി ആണ്, റൂട്ടിൻ്റെ ഡയമീറ്റർ ഡി സി ആണ്. അപ്പോൾ എന്തായാലും ഷാങ്കിൻ്റെ ഏരിയ എന്തായിരിക്കും? π/4 d² ആയിരിക്കും. റൂട്ടിൻ്റെ ഏരിയ π/4 dc² ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ റൂട്ടിൽ ഈ കട്ടിങ് വരുന്നത് കൊണ്ട് എപ്പോഴും ബ്രേക്കേജ് വരിക എന്തായിരിക്കും? എവിടെയായിരിക്കും? ആ റൂട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ സ്ട്രെങ്ത് യൂണിഫോം അല്ല, അതായത് റൂട്ടിൽ സ്ട്രെങ്ത് കുറവാണ്, ഷാങ്കിൽ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ റൂട്ടിൻ്റെ സ്ട്രെങ്ത്തും ഷാങ്കിൻ്റെ സ്ട്രെങ്ത്തും നമ്മൾ എന്താക്കും? ഇക്വലൈസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എവിടെ വേണമെങ്കിലും പൊട്ടാനുള്ള ചാൻസോ, അപ്പോൾ പൊട്ടാനുള്ള ചാൻസസ് എന്താവും? കുറയും. അതിനാണ് നമ്മൾ എന്താക്കുന്നത്? ബോൾട്ട് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് വിളിക്കുന്നത്. ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് യൂണിഫോം ചെയ്യുക. അതിന് 2 മെത്തേഡാണുള്ളത്. 2 മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രില്ലിങ് എ ഹോൾ ഓൺ ദി ഷാങ്ക് പാർട്ട്. അപ്പോൾ ഷാങ്ക് പാർട്ടിൽ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യുക. അപ്പോൾ ഷാങ്ക് പാർട്ടിൽ ഹോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഷാങ്ക് ഏരിയ π/4 d² ആയിരുന്നു, റൂട്ട് ഏരിയ π/4 dc² ആയിരുന്നു, ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 dh², അതായത് dh എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഹോളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈക്വൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. π/4 d² മൈനസ് π/4 dc² ഈക്വൽ ടു π/4 dh². അപ്പോൾ അവിടെ നമ്മൾ എന്ത് കാണും? dh കാണും. ഇപ്പോൾ d² മൈനസ് π/4 പുറത്തേക്ക് എടുത്തു, ഇവിടെ π/4 പുറത്തേക്ക് എടുത്തു, അത് കട്ടായിപ്പോയി. സോ dh ഈക്വൽ ടു റൂട്ട് ഓഫ് d² മൈനസ് dc². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dh കിട്ടി. നമ്മൾ ഓൾറെഡി നോമിനൽ ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്, റൂട്ട് ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് dh കിട്ടും. ആ ഒരു ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബിറ്റ് എടുത്ത് നമ്മൾ ഷാങ്കിൽ ഹോൾ ഡ്രില്ല് ചെയ്യും. അതോടുകൂടി അത് യൂണിഫോമായി, രണ്ടിൻ്റെ ഏരിയ ഈക്വലായി. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടേണിങ് ഡൗൺ ദി ഷാങ്ക് ഡയമീറ്റർ ടു റൂട്ട് ഡയമീറ്റർ. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ലെയ്ത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇങ്ങനെയാണ് നമ്മുടെ ത്രെഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ റൂട്ട് ഡയമീറ്റർ DC ആയി, ഇവിടെ D ആയി, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ഷാങ്കിനെ നമ്മൾ ഒരു V-ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഡയമീറ്റർ കുറച്ച് ഇതിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെയും π/4 dc² ആയി, ഇവിടെയും π/4 dc² ആയി. ഇനി എവിടെ വേണമെങ്കിലും ഫെയിലിയർ സംഭവിക്കാം. അതാണ് ബോൾട്ട് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. ഓക്കെ, ഇനി അടുത്തത് വേരിയസ് സ്ട്രെസ്സസ്. ആക്ടിങ് ഓൺ ത്രെഡ്. ഒരു ത്രെഡിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് സ്ട്രെസ്സസ് അത് വെറും ലിസ്റ്റ് ചെയ്താൽ മതി. ഏതൊക്കെയാണ്? ഇനീഷ്യൽ സ്ട്രെസ് ഡ്യൂ ടു ടൈറ്റനിങ്, സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡിങ്, സ്ട്രെസ്സസ് ഡ്യൂ ടു കോമ്പിനേഷൻ ഓഫ് ടൈറ്റനിങ് ആൻഡ് എക്സ്റ്റേണൽ ലോഡിങ്. ഇനി ഓരോന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇനീഷ്യൽ സ്ട്രെസ് ഡ്യൂ ടു ടൈറ്റനിങ്ങിൽ എന്തൊക്കെ ഉണ്ട്? ടെൻസൈൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, ക്രഷിംഗ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ് അക്രോസ് ദി സ്ക്രൂ ത്രെഡ്. ഈ 5 സാധനമാണ്. വെറും ലിസ്റ്റ് ചെയ്താൽ മതി. ഈ ഫോർമുലകൾ നോക്കണ്ട, അതൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഇത് 7 മാർക്കിന് ഒരു 2-3 പ്രാവശ്യം ചോദിച്ചൊരു സംഗതി എന്തൊക്കെ സ്ട്രെസ്സസ്സാണ് ഉള്ളതെന്നുള്ളത്. ഇനീഷ്യൽ സ്ട്രെസ് എഴുതുക, അതിൻ്റെ താഴെ ABCDE എന്നിട്ട് ഇത് എഴുതുക. ഓക്കെ, അതുപോലെ സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡിങ്ങിൽ എന്തൊക്കെയാണ് ഉള്ളത്? ടെൻസൈൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്. ഈ 2 സംഗതി തന്നെയാണ് ഇവിടെ 2 ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാൻ സുഖമാണ്. ടൈറ്റനിങ്ങിലുള്ള ഇനീഷ്യൽ ടൈറ്റനിങ്ങിലുള്ള 2 ഇവിടെ 2 ഉള്ളത്. മൂന്നാമത് പറഞ്ഞാൽ കമ്പൈൻഡ് ടെൻസൈൽ ആൻഡ് ഷിയർ. ഇതിൻ്റെ 2ൻ്റെയും കോമ്പിനേഷൻ, അതാണ് കമ്പൈൻഡ് ടെൻസൈൽ ആൻഡ് ഷിയർ. ഇനി മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്നാമത്തെ എഴുതിയില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പറഞ്ഞാൽ സ്ട്രെസ്സസ് ഡ്യൂ ടു കോമ്പിനേഷൻ ഓഫ് ടൈറ്റനിങ് ആൻഡ് എക്സ്റ്റേണൽ ലോഡിങ്. ഇതിൻ്റെ 2ൻ്റെയും കൂടെ കോമ്പിനേഷൻ, അതാണ് മൂന്നാമത്തെ സ്ട്രെസ്സ്. അപ്പോൾ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിലൊക്കെയാണ് വരിക. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു നട്ട് ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും അവിടെ മുറുകുന്ന ഒരു എഫക്റ്റും വരും, ലോഡിങ്ങിൻ്റെ എഫക്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ചാപ്റ്റർ ഇപ്പോൾ ഞാൻ എടുത്തു. 2 ചാപ്റ്ററിന് തിയറി മാത്രമാണ് ഞാൻ എടുത്തത്. അതൊന്ന് നോക്കുക. ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ 2 ചാപ്റ്റേഴ്സും കൂടി ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.